ഞങ്ങളൊക്കെ പറയുന്നത് മീശപ്പണ്ടായിരുന്നു. മീശപ്പാന്നാണ് വലിയൊരു മീശണ്ടായിരുന്നാൽ അയാളുടെ മകൻ അൻസാക്കാരുടെ മകളാണെന്നോ മരുമകളാണോ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായതില്ല പാരന്തെങ്കിലും കുടുംബത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ പരസ്പരം നിങ്ങളെല്ലാവരും എവിടെ പോവുകയാണെങ്കിൽ, ബസ്സിലിരിക്കുകയാണെങ്കിൽ, അത് സീറ്റിലിരിക്കുകയാണെങ്കിൽ, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പരസ്പരം ഒന്ന് പരിചയപ്പെട്ടാൽ ഇതുപോലെ അവർക്ക് കൂടുതൽ ആളുകളുമായി പരിചയപ്പെടാനും ഇടപഴകാനും സാധിക്കും. അതുകൊണ്ട് ഞാൻ സുദീർഘമായി പ്രസംഗിക്കുകയല്ല, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് രണ്ട് ആളുകളുണ്ട്, മധ്യവേദിയിൽ സന്നിഹിതരായിട്ടുള്ള കാർമ്മികന്മാരെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ പേര് ഹംസ. എൻ്റെ വാപ്പാൻ്റെ പേര് ഇപ്പോൾ ഏകദേശം 3 ആഴ്ച മുമ്പ് മരണപ്പെട്ട ഉസ്മാൻ എന്നവരുടെ ഇളയ മകനാണ് ഞാൻ. ഞങ്ങളുടെ വല്ലുപ്പാൻ്റെ പേര് കുഞ്ഞഹമ്മദ് എന്നായിരുന്നു. അദ്ദേഹത്തിന് തള്ളച്ചിറയിൽ 3 ആൺമക്കളും 2 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ വെട്ടത്തൂരിൽ രണ്ട് അമ്മായിമാരും അതുപോലെ 2 ഇളാപ്പാനും ഉണ്ടായിരുന്നു. പരിപാടികളും ഇടപെട്ടതുകൊണ്ട് എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. എൻ്റെ പേര് സേവന നാസർ. ഞാൻ തച്ചാർക്കരയിൽ പരിസം പാലത്തികൽ ബാപ്പട്ടിയുടെ മകനാണ്. ഞങ്ങൾ 3 ആൺമക്കളും 3 പെൺമക്കളാണുള്ളത്. അനുജരോടുണ്ട് അപ്പോഴത്തെ അത് താഴെയുള്ള അനുജനായിരുന്ന അബ്ദുൽ ഹമീദ്, അദ്ദേഹം മരണപ്പെട്ടു. അവന് 6 കുട്ടികളുണ്ട്. അതിലൊരു കുട്ടി മരിച്ചിട്ടുണ്ട്. എനിക്ക് 3 മക്കളാണ്. എൻ്റെ അനുജൻ അപ്പോഴത്തേന് 3 മക്കളാണുള്ളത്. ഞങ്ങളെ എളാപ്പ ഹംസലാപ്പ വാറാപ്പ ഹംസ മുപ്പുറത്ത് മരിച്ചൊരു വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിന് 6 മക്കളുണ്ടായിരുന്നു. അതിലൊരു കുട്ടി മരിച്ച് ബാക്കി 5 പേര് ഇപ്പോൾ ഉണ്ട്. അൽഹംദുലില്ലാഹ് തരക്കമില്ലാത്ത രീതിയിലുള്ള ജീവിതമാണ് നമുക്ക് നടത്തുവാൻ കഴിയുന്നത്. ഇതേപോലെ ഓരോ ഭാഗത്തുള്ളവരുടെയും കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കണമെന്നാണ് വിളിച്ചത്. അത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് 3 മക്കളാണ്. അതിൽ വലിയ മകനാണ് നേരത്തെ അവിടെ സംസാരിച്ച ഫാറൂഖ്, പിന്നീട് സംസാരിച്ച ബുദബി ഫിറോസ്, താഴെയുള്ള കുട്ടിയാണ് ഫൈസൽ. വലിയവൻ ഡോക്ടറും ചെറിയ കുട്ടി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കലാണ്. നടുവിലുള്ള കുട്ടിയാണ് ഫിറോസ്. പലവരും ഞങ്ങളുടെ കുടുംബത്തെപ്പറ്റി അന്വേഷിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു മകനെ ഡോക്ടർ മറ്റുമാണ് എഞ്ചിനീയർ ആക്കിയപ്പോൾ മറ്റേ കുട്ടി എന്തിനാണ് ഒരു ഉടവേര് മൂല്യരായി തിരിച്ചത്? അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, ആ കാര്യത്തിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ആ മൂല്യരെ ആക്കിയതിലാണ് ഏറ്റവും സന്തോഷം കൂടുതലുള്ളത്. കാരണം ഈ ലോകത്തെ ജീവിതം മാത്രം പോലെ നമുക്ക് പാരാത്രിക ജീവിതമാണ് നമ്മുടെ ശാശ്വതമായ ജീവിതം. അതിലേക്ക് ഉപകാരം കിട്ടണമെങ്കിൽ ദീനിയായിട്ടുള്ള വിവരമുള്ള സന്താനങ്ങൾ ഉണ്ടാവണം. എന്നാൽ മറ്റുള്ള മക്കൾക്ക് ദീനിയായ വിവരം ഇല്ല എന്നല്ല, ദീനിയായ ചിട്ടയിൽ തന്നെയാണ് ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ തുടർന്ന് ജീവിച്ചു വരുന്നത്. അപ്പോൾ അവരൊക്കെ തന്നെ ഇന്നത്തെ ഈ യുഗത്തിൽ എങ്ങനെ മെച്ചപ്പെട്ട പേരുകളും ചോദ്യങ്ങളും ഉണ്ടായിക്കൊണ്ട് വളരെ തിരക്കില്ലാത്തൊരു നില വേണം എന്ന് മാത്രം ആഗ്രഹിച്ചത് കൊണ്ടൊരു ചോദ്യമാണെങ്കിലും ആ ചോദ്യം ഇന്നെ ഒരു നിലക്കും തളർത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ആ കുട്ടിയെ ഞാൻ ധാരാളം ചേർക്കാൻ കാരണം തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ സുഹൃത്തനായ എൻ്റെ അമ്മോശാഖ ഉമ്മർ പാജി, അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൂടി ഉണ്ടായി. എൻ്റെ താല്പര്യം കൂടി ചേർന്നപ്പോഴാണ് അദ്ദേഹത്തെ ഉദവിയായി ധാരാളം ചേർത്തത്. അവിടെ പഠിച്ചു വന്ന് ഇൻഷാ അല്ലാഹ് യാതൊരു നിലയിലും തന്നെയുള്ള മറ്റു കുട്ടികളെക്കാൾ തന്നെ ദീനിയായ രംഗത്തും അതേപോലെ ഭൗതികമായിട്ടും MA പാസ്സായിട്ടുണ്ട്. ആ 2 നിലയിലും ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് നിലയിൽ നമ്മൾ പോയാലും തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഭൗതിക മെച്ചങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ മക്കളൊക്കെ തന്നെ ദീനിയായ ചിട്ടയിലൂടെ വളർത്തിയെടുത്തുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല നിലയിൽ എത്തിച്ചേർക്കേണ്ടതുണ്ട്. അതിനൊക്കെ നമ്മളൊക്കെ ശ്രമിക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ മുമ്പൊക്കെ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടത് ചെറിയൊരു തോന്നികളും വിവരങ്ങളും രീതിക്ക് തന്നിരുന്നു. നമ്മുടെ ഇത്രയും നടക്കുന്ന പരിപാടികൾ വളരെ സാമ്പത്തികമായിട്ട് ബാധ്യതകളുള്ളതാണ്, വളരെ ചെലവ് വരുന്നതാണ്. ഇതിനൊക്കെ നമ്മൾ ഓരോ കുടുംബത്തിൽ നിന്ന് ഞങ്ങളൊക്കെ ഫണ്ട് പിരിച്ചുകൊണ്ടാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ തന്നെ നമ്മളുടെ പെണ്ണന്മാരും അതുപോലെ തന്നെ ആടപ്പെട്ട കുടുംബങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടത്തുന്ന ഇത്തരം നല്ല ഗുണപരമായ പ്രവർത്തനം
നിലവാരം ഉയർന്നു നിൽക്കുന്നവരും സാമ്പത്തികമായി വിഷമമുള്ളവർക്കും പഠനത്തിൻ്റെ സഹായം കൊടുക്കുക, രോഗം കൊണ്ട് വലയുന്നവർക്ക് രോഗചികിത്സയുടെ സഹായം നൽകുക, അതേപോലെ തന്നെ പട്ടിണി കിടക്കുന്ന വിഷമമുള്ളവരുടെ പട്ടിണി തീർക്കുന്നതിന് വേണ്ട സഹായം നൽകുക. ഇത്തരം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതിന് ഘട്ടഘട്ടമായി പല പദ്ധതികൾ നടപ്പിലാക്കി നമ്മുടെ കുടുംബങ്ങളെ എവിടെയുണ്ടോ ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇതിന് ഭീമമായ സംഖ്യ ആവശ്യമായി വരും. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളിൽ സഹായിക്കാൻ കഴിവിൻ്റെ പരമാവധി ഇത്തരം കാര്യങ്ങളിലേക്ക് സഹായിക്കണം. ഓരോരുത്തരും കൂടെ ഓർമ്മിച്ചുകൊണ്ട് ഇപ്പോൾ കയ്യിലില്ലെങ്കിൽ നിങ്ങളെ കുടുംബങ്ങളിൽ വരുന്ന സമയത്ത് കൊടുത്തുകൊണ്ടോ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നെല്ലിക്കൊണ്ടോ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ അതായത് ഇത്തരത്തിലുള്ള സഹായ സംരംഭങ്ങൾ മുന്നോട്ട് നമുക്ക് നീക്കേണ്ടതുണ്ട്. അതിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ കാണുന്ന സഹായങ്ങൾ നമ്മുടെ അയൽവാസികൾ നമ്മുടെ അംശയോ അല്ലെങ്കിൽ നിങ്ങളെ പരിചയമുള്ള കുടുംബത്തിലെ ആരെയോ ഈ കമ്പനിപ്പെട്ട ആരെയോ എത്തിച്ചാൽ ഇൻഷാല്ലാ അവിടെ എത്തും. അത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നതിനുള്ള സഹായങ്ങൾ ഉണ്ടാകണമെന്ന്, അതേപോലെ ഓരോ ഏരിയയിലും വന്നിട്ടുള്ള ആളുകളൊക്കെ ഓരോ വന്നുകൊണ്ട് പരിചയപ്പെടുത്തുന്നതിനും നേരത്തെ അയൽവാസിയെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ അറിവിൽ വെച്ചുകൊണ്ട് പെണ്ണുങ്ങളിൽ പ്രത്യേകിച്ച് പ്രായം കൂടിയ വ്യക്തിയെ നമ്മൾ കാണുന്നത് നേരത്തെ നമ്മളെ നോക്കിക്കൊണ്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ പാത്തുകുട്ടി അമ്മായിയാണ്. ഇവിടെയുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോരുത്തരും മുന്നിട്ടിറങ്ങി വന്നുകൊണ്ട് നമ്മുടെ കുടുംബ പശ്ചാത്തല കാര്യങ്ങളും പേരിക്കുവാൻ എല്ലാവരോടും താല്പര്യപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ചെന്നിരിക്കുന്ന കരുണക്കടലായ
നമ്മുടെ ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്താനുള്ള ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഷാബിഖ് വിഷയാപിതങ്ങൾ ഞാൻ ഈ പരിപാടി തയ്യാറാക്കിയ ദിവസം തന്നെ അന്ന് തന്നെ തങ്ങൾക്ക് വിളിച്ച് ഞാൻ ബുക്ക് ചെയ്തിരുന്നു. തങ്ങൾ ഇൻഷാ അല്ലാഹ് അവിടെ സന്തോഷത്തോടു കൂടി എത്തിച്ചേരാമെന്ന് കേട്ടിരുന്നു. പിന്നെ ഇന്നലെയും ഞാനൊക്കെ വിളിച്ച് തങ്ങളുടെ ഓരോ കാര്യം അന്വേഷിക്കുകയും ഇൻഷാ അല്ലാഹ് ഞാൻ രാവിലെ നേരത്തെ തന്നെ എത്തിച്ചേരാമെന്നൊക്കെ പറഞ്ഞു. ഇന്ന് രാവിലെ കൃത്യം 8 മണിക്ക് വിളിച്ചിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. 9 മണിക്ക് ഞാൻ എത്തിയാൽ എനിക്ക് അർജൻറ്റായിട്ട് തിരിച്ചു പോകാനെന്ന് പറഞ്ഞു. അങ്ങനെ തങ്ങളുടെ പെങ്ങൾക്ക് പെട്ടെന്ന് പ്രസവവേദന വരികയും മലപ്പുറം ഹോസ്പിറ്റലിലാണ് രാവിലെ 9 മണിക്ക് അവിടെ കയറിയതാണ്. ഇതുവരെ പ്രസവം നടന്നിട്ടൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഇവ പരിപാടിയിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. തങ്ങൾ വേറെ വളരെയധികം